ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ദേശീയപാത നിർമ്മാണത്തിനിടെ വീണ്ടും കരാർ കമ്പനിയുടെ അനാസ്ഥ. തുറവൂരിൽ യാത്രക്കാരുടെ ദേഹത്ത് കോൺക്രീറ്റ് ഗ്രൗട്ട് വീണു. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന തുറവൂർ കുത്തിയതോടിന് സമീപത്താണ് കോൺക്രീറ്റ് ഗ്രൗട്ട് അടർന്നു വീണത്. വാഹനങ്ങൾ നിയന്ത്രിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പരാതി. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. നോക്കൂ, അവിടെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിലെ കോൺക്രീറ്റ് ഗ്രൗട്ട് ഉണ്ടല്ലോ, അത് ഈ വണ്ടിയുടെ പുറത്ത് വീണു. വണ്ടിയുടെ പുറത്ത് വീണിട്ട് അവസാനം അവർ തന്നെ കഴുകി കുടിക്കുന്ന സാഹചര്യം ഉണ്ടായി. 1-2 വണ്ടിയുടെ പുറത്ത് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. എലിവേറ്റഡ് ഹൈവേയുടെ പഴയകാട് കിടക്കുന്നതിനിടക്ക് ഞാനിവിടെ കൂടി ഒന്ന് ബൈക്കിൽ പോയതാണ്. ബൈക്കിന് പോയപ്പോൾ ഇപ്പോൾ ഇവിടെ വണ്ടി സർവീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് കോൺക്രീറ്റ് വീണിട്ട് ഇപ്പോൾ ഈ വണ്ടി കഴുകി എൻ്റെ മേത്തും നിറച്ച് സിമെന്റാണുള്ളത്. അപ്പോൾ ഇവര് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ തടഞ്ഞു വെക്കാതെയാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഒരു തടയൽ പരിപാടികളും നടത്താതെ മേളിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് നേരെ പുള്ളിയുടെ ദേഹത്തും വണ്ടിയിലും വീഴുകയും പുറകെ വന്ന 2 വണ്ടികളുടെ മേത്തും ഇതുപോലെ തന്നെ കോൺക്രീറ്റ് വീഴുകയും ചെയ്തു. ഇവർ ചെയ്യണ പരിപാടി ഇത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ മൊബൈൽ വാഷിംഗ് യൂണിറ്റ് വന്ന് മൊത്തം അത് ക്ലിയർ ചെയ്ത് പോവുകയാണ് ചെയ്യണത്. ഇവരുടെ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ശരത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ശരത്, ഈ ഗഡർ വീണ് ഒരു ഡ്രൈവർ മരിച്ചത് ഇതേ സ്ഥലത്താണ്. അന്നും നമ്മൾ ഉയർത്തിയ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ഗതാഗതം നിയന്ത്രിക്കാതെ ഇവിടെ മുകളിൽ ഈ പണി ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ കമ്പനി കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ വീണത് ഗ്രൗട്ടാണ്. എന്തെങ്കിലും സാധനങ്ങൾ വീണാൽ ബൈക്ക് യാത്രികരൊക്കെയാണ്, അവരുടെ ജീവിതം തന്നെ അപകടത്തിലാവുന്നതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും അവിടെ ട്രാഫിക് നിയന്ത്രിക്കാതെയാണോ ഈ മുകളിലെ ഗഡറിൻ്റെയൊക്കെ പണികൾ നടക്കുന്നത്? ശരത്, ഗുഡ് മോർണിംഗ് ഡോക്ടർ അൻകുമാർ. അതായത് നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ കൃത്യമായ തരത്തിൽ വാഹനങ്ങൾ നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. മാത്രമല്ല ഈ ഗർഡർ വീണ സമയത്ത് അത് ജില്ലാ കളക്ടർ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും അതിൽ കൂടുതൽ കൃത്യമായി നടത്തണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഇത്തരത്തിലൊരു വാഹനങ്ങൾ നിയന്ത്രിക്കാതെ, ഗതാഗതം നിയന്ത്രിക്കാതെ ആണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുകളിൽ നിന്ന് കോൺക്രീറ്റ് ഗ്രൗട്ട് ഇത്തരത്തിൽ താഴെ കൂടെ പോയ വാഹനങ്ങൾക്ക് മുകളിലേക്കും ഒപ്പം ബൈക്ക് യാത്രികരുടെ അടക്കം ദേഹത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ബൈക്ക് യാത്രികൻ തൊട്ട് താഴെ കൂടെ പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ കോൺക്രീറ്റ് ഗ്രൗട്ട് താഴേക്ക് വീഴുന്നത്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിലും ഒപ്പം തലയിലും അടക്കം ഇതാവുകയും പിന്നീട് കഴുകിക്കളയുകയുമാണ് ഉണ്ടായത്. പക്ഷേ ഈ കാറിലേക്ക് അടക്കം ഇങ്ങനെ വീഴുന്ന സാഹചര്യം ഇത് നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുൻപൊരിക്കൽ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ കോൺക്രീറ്റിന്റെ ഒരു പൊട്ടിയ കഷ്ണം ഇവിടെ കെട്ടിത്തൂക്കിയിടുകയും പിന്നീട് അത് വാഹനത്തിന്റെ കാറിന്റെ മുകളിലേക്ക് വീഴുന്ന സാഹചര്യവും മുൻപ് തുറവൂർ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള അപാകതകൾ നിരന്തരം സംഭവിക്കുന്നു. മാത്രമല്ല ഗർഡർ വീണതിനു ശേഷം ഇത് കൃത്യമായി നിയന്ത്രിക്കും, കൂടുതൽ കർശനമാക്കുമെന്നടക്കം ജില്ലാ കളക്ടർ പോലും ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും അതിൽ ഉറപ്പ് പാലിക്കാതെ ഇപ്പോഴും അത് ഒരു ലാഘവത്തോടുകൂടി ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഈ പറയുന്ന പോലെ ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അരൂർ തുറവൂർ മേഖലയാണ്. എറണാകുളം ഭാഗത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള അടക്കമുള്ള വാഹനങ്ങൾ ഇതുവഴി വേണം കടന്നു പോകാൻ. അതാണ് ഒരു പ്രതിസന്ധിയായി ഈ വാഹനം നിയന്ത്രിക്കാൻ ഇവർ പറയുന്നത്. പക്ഷേ പകരം പാത ഒരുക്കിയാൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ. പലതവണ നാട്ടുകാരടക്കം ഈ പകരം പാത ഒരുക്കണം, ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തുകൂടെ. ശരി, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് വലിയ അനാസ്ഥകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്രൗട്ടാണ് വീണത്. ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം താഴേക്ക് വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് വീണാൽ ആര് സമാധാനം പറയും?